ഇറാൻ സമാധാന ചർച്ചകൾ പാകിസ്ഥാനിൽ വേദിയാകുമ്പോൾ അതീവ ജാഗ്രതയോടെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. കാരണം ഇപ്പോൾ നടന്ന ചർച്ചകളെല്ലാം തന്നെ പാളിയ സാഹചര്യത്തിൽ നിരവധി ആശങ്കകളാണ് നിലനിൽക്കുന്നത്. ആയതിനാൽ തന്നെ പാകിസ്ഥാൻ ആകട്ടെ കൂടുതൽ സേനയെ വിന്യസിപ്പിക്കാനായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇറാൻ പ്രതിനിധി സംഘത്തിന് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ വ്യോമസേനയുടെ ഒരു വൻ സന്നാഹം തന്നെ ഇവിടെ വിന്യസിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അയൺ എസ്കോട്ട് എന്ന് വിളിക്കപ്പെടുന്ന ഈ ഓപ്പറേഷനിൽ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളായ F-16 അതേപോലെ JF-17 തണ്ടർ എന്നിവ ഇറാനിയൻ വിമാനത്തിന് അകമ്പടി സേവിക്കുമെന്ന വിവരങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനു പുറമെ തന്നെ അവാക്സ് വിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ മുതൽ പേർഷ്യൻ ഗൾഫ് വരെയുള്ള മേഖലയിൽ നിരന്തരം നിരീക്ഷണം നടത്തുന്നുണ്ട്. എന്നാൽ ഈ ചർച്ചകളൊക്കെ തന്നെ എത്ര കണ്ട് ഫലം ചെയ്യുമെന്നതിൽ ഇപ്പോഴും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. വീണ്ടും ചർച്ചകൾ പാളിയാൽ കൂടുതൽ സങ്കീർണമായ ഘട്ടത്തിലേക്ക് ഈ യുദ്ധം നീങ്ങുമെന്നതിലും സംശയമില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിർണായകമായ സമാധാന ചർച്ചകൾക്ക് പാകിസ്ഥാൻ വേദിയാകുമ്പോഴാണ് ഈ സുരക്ഷാ ആശങ്കകൾ ഇവിടെ ഉടലെടുക്കുന്നത്. പശ്ചിമേഷ്യയിൽ അവിടെ രൂക്ഷമായ സംഘർഷത്തിനിടയിൽ പോലും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു. മാത്രമല്ല സുരക്ഷയ്ക്കായി തന്നെ രാജ്യം മുൻപെങ്ങുമില്ലാത്ത വിധം വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ഇസ്ലാമാബാദിനെ ഒരു കോട്ടയായി തന്നെ മാറ്റുന്നതിന് പുറമെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പാകിസ്ഥാൻ സജ്ജമാക്കിയിട്ടുണ്ട്. ചൈനയുടെ സഹായത്തോടുകൂടി തന്നെ പാകിസ്ഥാൻ മുൻകൈ എടുത്തുകൊണ്ട് ഏപ്രിൽ 8 ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിനെ തുടർന്നുകൊണ്ടാണ് ഈ സമാധാന ചർച്ചകൾ അവിടെ സാധ്യമായത്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് അമേരിക്കൻ സംഘത്തെ നയിക്കുമ്പോൾ സ്പീക്കർ മുഹമ്മദ് ഖലീബഫും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ഇറാൻ പക്ഷത്തുണ്ട് എന്നതാണ് ഇവിടെ കരുതപ്പെടുന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ഏറ്റവും ഉയർന്ന തലത്തിലുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണത്. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ഏകോപനത്തിലൂടെയാണ് പാകിസ്ഥാൻ ഈ വ്യോമ സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പിലാക്കുന്നത്. ചർച്ചകൾ വിജയിച്ചാൽ അത് മേഖലയിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരുമെന്നാണ് ഇവിടെ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ പോലും നിലവിലെ അനിശ്ചിതത്വങ്ങൾ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന ആ ഒരു ഇടപെടലുകൾ തടയുക എന്നതാണ് പാകിസ്ഥാൻ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു സുരക്ഷാ കവചത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇസ്രയേലും പാകിസ്ഥാനും തമ്മിൽ ഇതിനോടകം തന്നെ കടുത്ത വാക്പോരുകൾ നടന്നിട്ടുള്ളത് ആ മേഖലയിലെ സംഘർഷാവസ്ഥയുടെ ആക്കം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. എന്നാൽ ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ വെടിനിർത്തൽ കരാറിനെ ബാധിക്കുമോ എന്ന ആശങ്ക ചർച്ചയ്ക്ക് മുകളിൽ അവിടെ കരിനിഴൽ വീഴ്ത്തുകയാണ്. വെടിനിർത്തൽ നിലവിൽ വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 300ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. ലെബനനിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്തുകൊണ്ട് ഇറാൻ പ്രതിനിധികൾ ഇതുവരെ ഇസ്ലാമാബാദിലേക്ക് യാത്ര പുറപ്പെട്ടിട്ടില്ല എന്ന റിപ്പോർട്ടുകളടക്കം പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.